ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും PSC മൈൻഡ് ബൂസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ SCERT പാഠപുസ്തകത്തിൽ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ രണ്ടാമത്തെ ഭാഗം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ബാക്കി ഭാഗങ്ങളാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഓരോ ഭാഗങ്ങളൊന്ന് എടുത്തെടുത്തൊന്ന് പരിചയപ്പെട്ടു പോകാം. നമുക്ക് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അല്ലേ. അപ്പോൾ അതിൽ മനസ്സിലാക്കി വെക്കേണ്ടത്, ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുകയാണ്. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. അതേപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണിത്. നെക്സ്റ്റ് അടുത്ത കാര്യം കുറച്ച് പദ്ധതികളുടെ പേരുകളാണ്. ഫസ്റ്റ് വൺ ലൈഫ് മിഷൻ. ലൈഫ് മിഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഭൂരഹിത ഭവനരഹിതര്, അതേപോലെ തന്നെ ഭവനം പൂർത്തിയാക്കാത്തവര്, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്ക് സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം നൽകുക എന്നതാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയായ ലൈഫിൻ്റെ ലക്ഷ്യം. കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഇത് ലൈഫ് മിഷൻ. നെക്സ്റ്റ് അടുത്ത പദ്ധതി തീരമൈത്രിയാണ്. നടപ്പിലാക്കുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ തീരപ്രദേശങ്ങളാണ്. അതായത് മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കിയിട്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതിയാണിത്. ഇത് നടപ്പിലാക്കുന്നത് കേരള സർക്കാരാണ്. അതേപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക, കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹ്യ സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. കൃത്യമായിട്ട് എവിടെ നടപ്പിലാക്കുന്നു, ഏത് വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടാണ്, ആരാണ് നടപ്പിലാക്കുന്നത് എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചോളണേ. നെക്സ്റ്റ് കൈവല്യ എന്നുള്ള പദ്ധതിയാണ്. അതായത് ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണ് കൈവല്യ. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നെക്സ്റ്റ് പദ്ധതി വിദ്യാവാഹിനിയാണ്. എവിടെയുള്ളതാ? ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുട്ടികളുടെ യാത്രാ സൗകര്യമാണ്. അതേപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ട്? സ്കൂളിൽ പോയി വരാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് അടുത്ത പദ്ധതി ജനനി ജന്മരക്ഷയാണ്. ഇത് നൽകുന്നത് ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കുമാണ്. അവർക്ക് പോഷകാഹാരം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാർ പദ്ധതിയാണ്. നെക്സ്റ്റ് പ്രതിഭാതീരമാണ്. പ്രതിഭാതീരം എന്ന് പറയുമ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തീരദേശ മേഖലയിലാണ് കൊടുക്കുന്നത്. അവിടെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് പ്രതിഭാതീരം. നടപ്പിലാക്കുന്നത് കേരള സർക്കാരാണ്. നെക്സ്റ്റ് ഗോത്രബന്ധു പദ്ധതിയാണ്. അതായത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം അത് പരിഹരിക്കുക, അതേപോലെ തന്നെ സ്കൂളുകളിലെ കൊഴിഞ്ഞുപോക്ക് തടയുക എന്നതാണ് ലക്ഷ്യങ്ങളുള്ളത്. നെക്സ്റ്റ് ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരായി നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതി കൂടിയാണ് ഏത്? ഗോത്രബന്ധു. നെക്സ്റ്റ് അടുത്ത കാര്യം, പാഠപുസ്തകത്തിൽ ഇങ്ങനൊരു ചോദ്യം കാണാം, നക്ഷത്രങ്ങൾ മിന്നുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ആ ഭാഗത്ത് നിങ്ങൾ പരിചയപ്പെടേണ്ടത്, നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാവ്യതിയാനത്തിന് വിധേയമാകുന്നു. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് നമുക്ക് തോന്നുന്നതാണ്. ശരിക്കും നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നില്ല? മിന്നുന്നില്ല. അടുത്ത ഫാക്റ്റ്, എന്താണ് ഗ്രഹങ്ങൾ എന്ന ഭാഗം പറയുന്നുണ്ട്. സ്വയം കറങ്ങുകയും സൂര്യനെ വലയം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളാണ് ഗ്രഹങ്ങൾ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതേപോലെ തന്നെ ഗ്രഹങ്ങൾക്ക് ചൂടോ പ്രകാശമോ സ്വയം പുറപ്പെടുവിക്കാൻ കഴിയില്ല. ഗ്രഹങ്ങൾ ചൂടും പ്രകാശവും സ്വയം പുറപ്പെടുവിക്കുന്നില്ല. നെക്സ്റ്റ്, സൂര്യനിൽ നിന്നാണ് ഗ്രഹങ്ങൾക്ക് ചൂടും പ്രകാശവും ലഭിക്കുന്നത്. നെക്സ്റ്റ് അതിനുശേഷം
സൂര്യനെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെ എന്ന രീതിയിൽ പരിചയപ്പെടാൻ വേണ്ടി പറയുന്നുണ്ട്. ജസ്റ്റ് ഈ രീതിയിലൊരു ഭാഗം നിങ്ങൾ പരിചയപ്പെട്ടു പോകുക, ഏതൊക്കെയാണ് ഗ്രഹങ്ങൾ എന്നുള്ള കാര്യം. ഗ്രഹങ്ങൾ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്ന രീതിയിൽ നമുക്ക് അത് സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ ക്രമത്തിൽ പറയാൻ പറ്റും. ഇങ്ങനെ 8 ഗ്രഹങ്ങളാണ് സൂര്യന് ചുറ്റും കറങ്ങുന്നത്. ഓരോന്നിൻ്റെ സവിശേഷതകൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ. അതേപോലെ തന്നെ ശുക്രൻ എന്ന് പറയുമ്പോൾ പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട്. ഭൂമിയുടെ പ്രത്യേകത, ഭൂമിയിൽ മാത്രമാണ് എന്തുള്ളൂ, ജീവനുള്ളൂ. ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹമാണേത്, ഭൂമി. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഏതാ, ചൊവ്വയാണ്. ചൊവ്വ. ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം. വലുപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള ഗ്രഹമാണ് ശനി. ഏറ്റവും തണുപ്പുള്ള ഗ്രഹമാണെങ്കിൽ യുറാനസ് ആണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം അതേതാ, നെപ്റ്റ്യൂൺ ആണ്. ഞാൻ അകലക്രമത്തിലാണെന്ന് പറഞ്ഞു. ഏറ്റവും അകലത്തില് നെപ്റ്റ്യൂൺ ആണ്, ഏറ്റവും അടുത്ത് ബുധനാണ്. ചുവന്ന ഗ്രഹം ചൊവ്വയാണ്, വലിയ ഗ്രഹം വ്യാഴമാണ്, വലുപ്പത്തിൽ 2ാം സ്ഥാനത്ത് ശനിയാണ്, ഏറ്റവും തണുപ്പുള്ളത് യുറാനസ് ആണ്, പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്ന ശുക്രനാണ്, ജീവനുള്ള ഒരേ ഒരു ഗ്രഹം അത് ഭൂമിയാണ്. ഇത്രയും കാര്യങ്ങളെ ഈ ഭാഗത്തിലൂടെ ഓർത്ത് വെച്ചോളണം. നമ്മൾ സൗരകേന്ദ്ര സിദ്ധാന്തവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് ലോകത്തോട് ആദ്യമായി പറഞ്ഞത് നിക്കോളസ് കോപ്പർനിക്കസ് ആണ്. ആരാണ്? നിക്കോളസ് കോപ്പർനിക്കസ്. ഈ സിദ്ധാന്തമാണ് എന്ത് പറയുന്നത്, സൗരകേന്ദ്ര സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നിക്കോളാസ് കോപ്പർനിക്കസ് പോളണ്ടുകാരനായ ഒരു വാനശാസ്ത്രജ്ഞനായിരുന്നു. അടുത്ത കാര്യം, എന്താണ് വാൽനക്ഷത്രം, എന്താണ് ക്ഷുദ്രഗ്രഹങ്ങൾ, എന്താണ് കുള്ളൻ ഗ്രഹങ്ങൾ എന്ന രീതിയിലൊക്കെ ഒരു പോയിന്റുകൾ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക, എന്താണ് വാൽനക്ഷത്രം എന്ന് നോക്കാം. സൗരയൂഥത്തിൽ അപൂർവമായി എത്തുന്ന വിരുന്നുകാരാണ് വാൽനക്ഷത്രങ്ങൾ എന്ന പോയിന്റ് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു പേരാണ് ധൂമകേതുക്കൾ. പാറ, പൊടി, ഹിമം എന്നിവ ചേർന്നാണ് വാൽനക്ഷത്രങ്ങൾ രൂപം കൊള്ളുന്നത്. അതായത് സൂര്യനോട് അടുക്കുമ്പോൾ ഇവയുടെ വാൽ സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്നുണ്ട്. ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ചെറുഗ്രഹങ്ങളെയാണ്, അല്ലെങ്കിൽ ചെറുഗ്രഹങ്ങൾ പോലുള്ള ശിലാകഷ്ണങ്ങളാണ് ക്ഷുദ്രഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത്. എവിടെയാണ് കാണപ്പെടുന്നത്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ. എന്താ കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൗരയൂഥത്തിൽ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഗോളാകൃതിയുള്ളതുമായ വസ്തുക്കളാണ് കുള്ളൻ ഗ്രഹങ്ങൾ. അപ്പം വാൽനക്ഷത്രം, ക്ഷുദ്രഗ്രഹം, കുള്ളൻ ഗ്രഹം, ഈ പോയിന്റുകൾ ഓർത്ത് വെച്ചോളാം. ഉൽക്കകൾ എന്നുള്ള ഭാഗം, അതായത് ക്ഷുദ്രഗ്രഹങ്ങളിൽ നിന്നും മറ്റും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് അതിവേഗത്തിൽ പ്രവേശിക്കുന്ന ശിലാകഷ്ണങ്ങളാണ് ഉൽക്കകൾ. രാത്രി സമയങ്ങളിൽ അവ അതിവേഗം സഞ്ചരിക്കുന്നു. അത് തീപ്പൊരികളായി ആകാശത്ത് കാണപ്പെടുന്നുണ്ട്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഇവ കത്തിത്തീരുന്നുണ്ട്. പ്രാദേശികമായി ഇവ കൊള്ളിമീനുകൾ എന്ന് അറിയപ്പെടുന്നുണ്ട്. എന്താ പേര്? കൊള്ളിമീനുകൾ. അടുത്ത കാര്യം, ഒരു നക്ഷത്ര മാസം എന്ന് പറയുന്നത് എന്താന്ന് പാഠപുസ്തകത്തിൽ പറയുന്നു. കാര്യം ഇതാണ്, ചന്ദ്രന് ഭൂമിയെ ഒരു തവണ വലയം വെക്കാൻ എടുക്കുന്ന സമയം, അതിനെയാണ് ഒരു നക്ഷത്ര മാസം എന്ന് പറയുന്നത്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ചന്ദ്രൻ്റെ പരിക്രമണ കാലം എത്ര എന്ന രീതിയിലും PSC ചോദിക്കാം. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക. 27.3 അല്ലെങ്കിൽ 27 1/3 എന്ന രീതിയിൽ പറയാം. ഇതാണ് ഒരു നക്ഷത്ര മാസം. ഏകദേശം 27 ദിവസത്തിൻ്റെ മുകളിൽ 27.3 ദിവസം. ഉപഗ്രഹങ്ങൾ എന്താണെന്ന് പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഗ്രഹങ്ങൾക്ക് ചുറ്റും നിശ്ചിത സഞ്ചാര പഥത്തിലൂടെ വലം വെച്ച് കൊണ്ടിരിക്കുന്ന ആകാശഗോളങ്ങളാണ് ഉപഗ്രഹങ്ങൾ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അതിൽ
ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന കാര്യം പരിചയപ്പെട്ടുകൊള്ളുക. ഭൂമിയുടെ ഏക ഉപഗ്രഹം ചന്ദ്രനാണ്. ചന്ദ്രന്റെ പരിക്രമണകാലം അല്ലെങ്കിൽ ഒരു നക്ഷത്രമാസം എന്ന് പറയുന്നത് 27.3 ആണ്. നെക്സ്റ്റ് അടുത്തായിട്ട് എന്താണ് ഭ്രമണപഥം എന്നൊക്കെ പാഠപുസ്തകത്ത് പറയുന്നുണ്ട്. സൂര്യനെ ചുറ്റിയുള്ള ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയാണ് അതിൻ്റെ ഭ്രമണപഥം എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിനെ ഓർബിറ്റ് എന്ന് പറയാം. ദീർഘവൃത്താകൃതിയുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹങ്ങൾ സൂര്യനെ വലയം വയ്ക്കുന്നത്. നമ്മുടെ ഭൂമിയും ഇതേപോലെ തന്നെ ദീർഘവൃത്താകൃതിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന ഫാക്റ്റ് അവിടെ ഓർത്ത് വെച്ചുള്ള ഗ്രഹങ്ങളെ അവയുടെ നിശ്ചിത ഭ്രമണപഥത്തിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് ഗ്രഹങ്ങളും സൂര്യനും തമ്മിലുള്ള ആകർഷണ ബലമാണ്. സൂര്യനെ വലം വയ്ക്കുന്നതോടൊപ്പം ഗ്രഹങ്ങളെല്ലാം അവയുടെ സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുകയും ചെയ്യുന്നുണ്ട്. അതായത് സൂര്യനെ ചുറ്റുമ്പോൾ അറിയപ്പെടുന്നത് പരിക്രമണമെന്നോ സ്വയം കറങ്ങുമ്പോൾ അറിയപ്പെടുന്നത് ഭ്രമണം എന്നുമാണ്. ആ കാര്യം ഈ ഭാഗത്തിലൂടെ ഒന്ന് പരിചയപ്പെട്ടു പോയിക്കുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അങ്ങോട്ടേക്കുള്ള പാഠഭാഗങ്ങളിൽ പരിചയപ്പെടാം. നെക്സ്റ്റ്, സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഈ ഭൂമിയുടെ ആകൃതി ഏകദേശം ഒരു ഗോളാകൃതിയാണ്. ആ ഗോളാകൃതി എന്ന് പറയുമ്പോൾ ധ്രുവങ്ങൾ പരന്നിട്ടുള്ള രീതിയിലൊരു ഗോളാകൃതിയാണ്. അതേപോലെ തന്നെ ഭൂമധ്യരേഖാ പ്രദേശം ചെറുതായിട്ട് വീർത്ത് കിടക്കുന്നുണ്ട്. ഈ ആകൃതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിയോയിഡ്. എന്താണ്? ജിയോയിഡ്. അപ്പോൾ ഭൂമിയുടെ ആകൃതി എന്താ? ജിയോയിഡ് ആണ് അല്ലേ? ജിയോയിഡ് എന്ന പദത്തിന് ഭൂമിയുടെ ആകൃതി എന്നാണ് അർത്ഥം. ജിയോയിഡ് എന്ന വാക്കിന്റെ മീനിങ് ആണെന്ത്? ഭൂമിയുടെ ആകൃതി. നെക്സ്റ്റ്, പാഠപുസ്തകത്തിൽ അടുത്ത കാര്യം പറയുന്നത് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ടത് ഇന്ത്യൻ അല്ലെങ്കിൽ ഭാരതീയ ശാസ്ത്രജ്ഞനായിട്ടുള്ള ആര്യഭടനായിരുന്നു. തുടർന്ന് തേൽസ്, പൈതഗോറസ്, അരിസ്റ്റോട്ടിൽ ഇവരൊക്കെ ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് പിന്നീട് വാദിച്ചു. പിൽക്കാലത്ത് മെഗലൻ എന്ന നാവികനാണ് ലോകം ചുറ്റിയുള്ള കപ്പൽ യാത്രയിലൂടെ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചിരിക്കുന്നത്. ഭൂമി എന്തുകൊണ്ടാണ് നീല നിറത്ത് കാണപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിലെ ഏകദേശം 71% എന്ത് തന്നെയാണ്? ജലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭൂമി ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീലഗോളമായിട്ട് കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ്, ഭൂമിയുടെ അന്തരീക്ഷമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഇതര ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയെ വ്യത്യസ്തമാക്കുന്ന ഒരു സവിശേഷത അതിൻ്റെ അന്തരീക്ഷം തന്നെയാണ്. അതായത് ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് നമ്മുടെ അന്തരീക്ഷം എന്ന് പറയുന്നത്. അതിനകത്ത് വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഭൂമിയിലെ ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിച്ച് ജീവൻ നിലനിർത്തുന്നതിൽ അന്തരീക്ഷം നിർണായക പങ്ക് വഹിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ ഈ ഭാഗത്തിലൂടെ പറയുന്നുണ്ട്. 71% ജലമാണ്, നീലഗ്രഹം എന്ന രീതിയിൽ നമുക്ക് കാണപ്പെടാൻ പറ്റും. അതേപോലെ തന്നെ അന്തരീക്ഷത്തിൽ വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലാംശം എന്നിവ കാണപ്പെടുന്നുണ്ട്. ആ രീതിയിലുള്ള ഫാക്റ്റുകളൊന്ന് മനസ്സിലാക്കി വെച്ചോളാം. ഭൂമിയുടെ സാങ്കല്പിക അച്ചുതണ്ടിലുള്ള സ്വയം കറക്കത്തെയാണ് ഭ്രമണം എന്ന് പറയുന്നത്. ആ ഭ്രമണം ചെയ്യുന്ന സമയത്ത് സൂര്യന് അഭിമുഖമായിരിക്കുന്ന പ്രദേശത്ത് പകലും പ്രതിമുഖമായിരിക്കുന്ന സ്ഥലത്ത് രാത്രിയുമാണ് അനുഭവപ്പെടുന്നത് എന്നൊരു സിമ്പിളായിട്ടുള്ള ഫാക്റ്റും കൂടെ പാഠപുസ്തകത്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിക്കുന്ന ഭാഗം ഏതായിരിക്കും? കിഴക്കാണ്. അതേപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നത് പടിഞ്ഞാറാണ് എന്ന കാര്യയുടെ പാഠപുസ്തകത്ത് പറയുന്നുണ്ട്. ഇവിടെ ഓർത്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ്, ഭൂമിയുടെ ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം നമ്മൾ സാധാരണ രീതിയിൽ ഒരു ദിവസം എന്ന രീതിയിലാണ് പറയാറുള്ളത്. ആ രീതിയിൽ ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന കറക്റ്റ് സമയം ഒന്ന് മനസ്സിലാക്കി വെക്കുക. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. കൃത്യമായിട്ട് ഈ നമ്പർ പാഠപുസ്തകത്ത് പറയുന്നുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ 24 മണിക്കൂറാണ് ഒരു ദിവസം എന്ന് പറയാറുള്ളത്. പക്ഷേ ഭൂമിയുടെ ഭ്രമണം സംഭവിക്കുന്നത് 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് എടുത്തുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഭ്രമണം എന്നുള്ള ഭാഗം പരിചയപ്പെട്ടാൽ അടുത്ത ഭാഗം പരിക്രമണമാണ്. പരിക്രമണം എന്ന് പറയുന്നതിൽ സൂര്യനെ ചുറ്റി കറങ്ങുന്നതാണ് പരിക്രമണം എന്ന കാര്യം മനസ്സിലാക്കി വെക്കാനുള്ള ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ എന്ന രീതിയിൽ പറയുന്നു.
ആ പരിക്രമണത്തിന് വേണ്ടി എടുക്കുന്ന സമയം പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് 365 ദിവസം എന്ന രീതിയിലാണ്. എത്രയാണ്? 365 ദിവസം. ഭൂമിയുടെ പരിക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭൂമിയിൽ വ്യത്യസ്ത ഋതുക്കൾ അനുഭവപ്പെടുന്നത് എന്നൊരു ഫാക്റ്റ് കൂടെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് 2 ഫാക്റ്റുകളെ ഒന്ന് താരതമ്യം ചെയ്യാണ്. എന്താണ് ദിനാന്തരീക്ഷ സ്ഥിതി, അതേപോലെ തന്നെ എന്താണ് കാലാവസ്ഥ എന്ന രീതിയിലുള്ള ഫാക്റ്റുകളാണ്. അതായത് ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി, അല്ലെങ്കിൽ വെതർ എന്ന് പറയാം. ഓക്കെ, നിശ്ചിത സമയത്തെ അന്തരീക്ഷത്തിലെ ഈർപ്പം, ചൂട്, മഴ, കാറ്റ്, മേഘം തുടങ്ങിയവ ദിനാന്തരീക്ഷ സ്ഥിതിയെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ദിനാന്തരീക്ഷ സ്ഥിതി എന്താണെന്ന് പരിചയപ്പെട്ടു. കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിയാണ് കാലാവസ്ഥ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചോളൂ കേട്ടോ. നെക്സ്റ്റ്, പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ ആണ്. ഏതാണ്? നോർവേ. നോർവേ സ്ഥിതി ചെയ്യുന്നത് യൂറോപ്പിൻ്റെ വടക്കു ഭാഗത്താണ്. ഏകദേശം 6 മാസക്കാലത്തോളം പകലും 6 മാസക്കാലത്തോളം രാത്രിയും അനുഭവപ്പെടുന്ന പ്രദേശമാണ് നോർവേ എന്നുള്ള പ്രദേശമൊക്കെ. അതുകൊണ്ട് തന്നെ പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? നോർവേ ആണ്. പാതിരാ സൂര്യൻ്റെ നാട് നോർവേ. നെക്സ്റ്റ്, ഇഗ്ലൂ. അതായത് ഈ ധ്രുവപ്രദേശങ്ങളിലൊക്കെ അധിവസിക്കുന്ന തദ്ദേശീയമായിട്ടുള്ള ജനവിഭാഗമാണ് ഇന്യൂട്ടുകൾ അല്ലെങ്കിൽ എസ്കിമോകൾ. അപ്പോൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഈ എസ്കിമോകളുടെ വീടാണ് ഇഗ്ലൂ. നെക്സ്റ്റ്, കാലാവസ്ഥ വ്യതിയാനം, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെ എന്ന രീതിയിൽ ഒരു പക്ഷേ പ്രസ്താവന രീതിയിൽ ചോദ്യം വരാം. മനസ്സിലാക്കി വെക്കുക, ആ സമയത്ത് ആഗോള താപനില ഉയരാം. അതേപോലെ തന്നെ സമുദ്ര ജലനിരപ്പിലെ ഉയർച്ചയും സുനാമി ദുരന്തങ്ങൾ ഉണ്ടാവാം. അതേപോലെ തന്നെ ഓർത്ത് വെക്കുക, കാലം തെറ്റിയ മഴയും മഴയുടെ തോതിലുള്ള ഏറ്റക്കുറച്ചിലും ഉണ്ടാവാം. വരൾച്ചയുണ്ടാവാം. ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുരുകാം. നെക്സ്റ്റ്, ഹരിത കേരളം മിഷൻ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഫാക്റ്റാണ്. എന്താ ഹരിത കേരളം മിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മണ്ണ് ജല സംരക്ഷണം, ശുചിത്വം, മാലിന്യ സംസ്കരണം, ജൈവ കൃഷി എന്നീ മേഖലകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹരിത കേരള മിഷൻ. ഹരിത കർമ്മസേന, പച്ചത്തുരുത്ത് തുടങ്ങിയവ ഹരിത കേരള മിഷൻ്റെ ശ്രദ്ധേയമായ കർമ്മ പരിപാടികളാണ്. നെക്സ്റ്റ്, കുറച്ച് നിയമങ്ങളെക്കുറിച്ച് പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. ബാലവേല നിരോധന നിയമം 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 1986 പാസ്സാക്കി. അടുത്ത വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പാസ്സാക്കി, 6 മുതൽ 14 വയസ്സ് വരെ. നെക്സ്റ്റ്, അതിനുശേഷം ബാലനീതി നിയമം 2015 വർഷം. നെക്സ്റ്റ്, അടുത്ത കാര്യം നവംബർ 20 ബന്ധപ്പെട്ട കാര്യം. ലോക ബാലാവകാശ സംരക്ഷണ ദിനമാണ് നവംബർ 20. അതേപോലെ തന്നെ ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ലോക ബാലാവകാശ സംരക്ഷണ ദിനം നവംബർ 20. ചൈൽഡ് ഹെൽപ്പ് ലൈൻ 1098 1998. നെക്സ്റ്റ്, പോക്സോ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് 2012. കാര്യം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, ലിംഗപദവി വ്യത്യാസമില്ലാതെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനായിട്ട് നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. 2012 നിലവിൽ വരുന്നത്. ഇത് നിലവിൽ വരാൻ കാരണം അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ സംരക്ഷണ ഉടമ്പടിയിൽ ഇന്ത്യ ഗവൺമെൻറ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പോക്സോ ആക്ട് എന്ന രീതിയിൽ ഒരു ആക്ട് ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. നെക്സ്റ്റ്, സുപ്രീം കോടതിയെക്കുറിച്ചും ഹൈക്കോടതിയെക്കുറിച്ചും പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അതേപോലെ തന്നെ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന കോടതിയാണ് ഹൈക്കോടതി. അത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചോളാം.
ഇത്രയും കാര്യങ്ങളാണ് 5ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ സോഷ്യൽ സയൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. 5ാം ക്ലാസ്സിലെ ബാക്കിയുള്ള സബ്ജക്റ്റുകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.